അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിന് പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ദൈവനാമം പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത് 2 കൊരിന്ത്യരിലെ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതാണ്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. ഒന്നുകൂടെ വായിച്ചുകൊള്ളട്ടെ ഞാൻ. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിന് വസിക്കുമ്പോഴൊക്കെയും കർത്താവിൽ അകന്ന് പരദേശിലായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയിലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിലാണ് നടക്കുന്നത്, അല്ലേ? ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ, ക്രിസ്തു വിശ്വാസം വിശ്വാസം നാശിക്കുന്ന ചിലപ്പോൾ കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാവുന്നു. മുമ്പ് പറഞ്ഞ പോലെ ജഡീകരായി ജീവിക്കാനല്ല ദൈവം നമ്മളെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്, അല്ലേ? ജഡീകരായിട്ടല്ല. നമ്മുടെ ഉള്ളിൽ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞത് ഭൂമിയിൽ നിന്നുണ്ടാക്കിയതാണ്, അല്ലെ? മണ്ണും പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ ഉള്ളിലൊരു ശ്വാസമുണ്ട്, ആത്മാവുണ്ട്. അത് മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകണം, ഇല്ല പ്രിയ? നിത്യമായത് ആത്മാവ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയെല്ലാം എൻ്റെ യൗവനപ്രായം, എനിക്ക് വാർദ്ധക്യമാവും, ചെറുപ്പകാലം, യൗവനം, വാർദ്ധക്യം എല്ലാം നശിച്ചു പോകും. ആത്മാവ് മാത്രം നശിക്കില്ല, ഇല്ലേ? ആത്മാവിന് മാത്രം പ്രായമില്ല, അല്ലേ? ആത്മാവിന് മാത്രം എന്താ? അതിന് വയസ്സ് മനുഷ്യ ശരീരത്തിലല്ലേ ഇതുള്ളൂ. ആത്മാവിന് പ്രായമുണ്ടോ? ഒന്നും ഇല്ല. അത് വാർദ്ധക്യം ഭൂമിയിലുള്ള സ്വർഗ്ഗത്തിലും എല്ലാം ആത്മാവിനാണ്. ആത്മാവിൽ ആനന്ദിക്കണം. ആത്മാവല്ലേ ദൈവത്തിൻ്റെ ശ്വാസം, അല്ലേ? ആത്മാവിന് അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. ശരീരം നശിച്ചു പോകും. നിത്യമായി നിൽക്കുന്ന ആത്മാവ് മാത്രമേ ഉള്ളൂ. വേറെ മനുഷ്യർ മാത്രമേ ആത്മാവ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ മോഹത്തിലോട്ട് ജീവിക്കാതെ ആത്മീയ മോഹത്തിൽ ജീവിക്കുക. പ്രിയരെ, എന്താണ് ലോകമോഹം? ലോകമോഹം എന്ന് പറയുന്നത് ലോകത്തിൽ സമ്പാദിച്ചു കൂട്ടുക. പ്രിയരെ, ജീവിക്കാൻ വേണ്ടി പണം വേണം, പണത്തിനോട് ജീവിക്കരുത്. പലരും അങ്ങനെയാണ്. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം യുവാക്കളെല്ലാം എങ്ങനെയെങ്കിലും തരംഗമാണം, പൈസ ഉണ്ടാക്കണം, അതിന് ശരീരം എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. പ്രിയരെ, നോഹയുടെ മുമ്പുള്ള കാലത്തിനെ ജലപ്രളയം വരുന്നതിന് മുമ്പുള്ള കാലത്തെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാനതിൽ ഒരു നാളിങ്ങനെ ഇതാർന്നു ഇത് കണ്ടുകൊണ്ടിങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ദൈവം എനിക്കൊരു കുറ്റബോധം തന്നു, അനുദപിച്ച് മാറ്റി. വീണ്ടും ഞാൻ നീതിർക്കുന്നു. പല സമയത്ത് പോകണം, ദൈവം ശാസിച്ച് നിർത്തുന്നു. പ്രിയരെ, ഈ യൗവനത്തിൽ ദൈവത്തിൻ്റെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ നിന്നതല്ല. എനിക്ക് അതിന് ഏത് വഴിയിൽ പോകാമായിരുന്നു. എൻ്റെ ദൈവം നിർത്തിയതാട്ടോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഞാൻ കേൾക്കുന്ന യുവകന്മാരെ, നിങ്ങളുടെ ജീവിതം, നിങ്ങളൊരു ആത്മാവുണ്ട്. അത് ജീവനുള്ള ദൈവം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഊതിയതാണ്. ശ്വാസം നിൻ്റെ ഉള്ളിൽ ഊതിയതാണ്. നീ കാണുന്ന തൊലി ഇത് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ നിങ്ങളൊരു ആത്മാവുണ്ട്. അത് മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകണം. നിങ്ങൾക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ലൗകികമായ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെ അതായിരുന്നു. എൻ്റെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നെ എടുത്ത് പറയാമല്ലോ, ലോകമായ കാര്യങ്ങൾ മുഴുകിയിരിക്കുകയാണ്. എങ്ങനെ സമ്പാദിക്കുക, ജോലി കിട്ടുക, ജീവിക്കുക, കുടുംബം ഉണ്ടാവുക, മക്കളാവും, അങ്ങനെ സമ്പാദിച്ച് കുറേ ഇതാവുക. വേറെ മോഹമൊന്നുമില്ലായിരുന്നു. വേറെ വളരെ കേൾക്കുക. എന്നാലും അതിൻ്റെ ഉള്ളത്തിലുള്ളൊരു ഇത് വന്നിട്ടില്ലായിരുന്നു. വാഞ്ച ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. പറയുക ആ ഒരു ശക്തി, ഒരു എന്താ പറയുക, ആ ഒരു നമ്മുടെ ഉറപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പറയുന്നത്, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കട്ടെ.
ലോകത്തിൽ കാണിച്ചു കൂട്ടുന്നൊക്കെ നശിച്ചു പോകും. നിങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞ കൊല്ലം ചെയ്തതല്ലോ ഈ കൊല്ലം വല്ലോ അത് ഓർക്കേണ്ട ഒന്നുമില്ല. ഒക്കെ തീർന്നു, ആ കാലം കഴിഞ്ഞ് തീർന്നു. നിങ്ങൾ സമ്പാദിക്കുന്നത് നല്ലതാണെങ്കിൽ, അതായത് നല്ല രീതിയിൽ സമ്പാദിക്കണം, നിലനിൽക്കും. ഏതായാലും പൈസയായാലും സ്നേഹമായാലും എല്ലാം. നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ പെരുമാറും? കാപട്യത്തോടെയാണ്, തിരിച്ചു കാപട്യമാണ്. നിങ്ങൾ എന്ത് കൊടുക്കും തിരിച്ചെന്താണ് കിട്ടുന്നത്? നിങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ വിതച്ചാൽ ഏറിയത് കൊയ്യും. വീണ്ടും ഏറിയത് മാത്രമല്ല, അതിലേറെ അതിനായി ഇരട്ടിയായിട്ട് കൊയ്യും എന്നാണ് പറയുന്നത്. പ്രിയൻ, നാം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. അത് നമുക്കറിയില്ല. ഈ ലോകത്തിൽ ചിലർക്കൊന്നും അറിയില്ല. സ്വബോധം കെട്ടുകിടക്കുവാണ്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങളൊന്ന് ഓർത്ത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി വരുന്നത് നിങ്ങൾക്ക് അറിയില്ല. അറിയുന്നവർക്ക് അനുഭവിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ സാത്താൻ വളരെ കുരുടാക്കിയിരിക്കുകയാണ് പ്രിയരെ. എന്നെ എല്ലാവരും കുരുടാക്കിയായിരുന്നു. എന്നെ ഇടയ്ക്ക് ആത്മീയത്തിൽ നിൽക്കുമ്പോൾ എന്നെ പലപ്പോഴും തട്ടിത്തെറിപ്പിക്കാറുണ്ട്. ദൈവം തിരിച്ച് എടുക്കുന്നതാണ് പ്രിയരെ. ഇറ്റ് വാസ് ക്രൂഷ്യൽ ഫൈറ്റാണ് നടക്കുന്നത്. നമുക്ക് പലർക്കും അറിയില്ല. ആരും ഒന്നും വിളിക്കുന്നില്ല. എല്ലാവരും വചനം കേൾക്കുന്നുണ്ട്, യാഥാർത്ഥ്യത്തോടൊന്നും പൊരുത്തപ്പെടുന്നില്ല. എന്തു പറയാൻ, ഞാൻ കമ്പയർ ചെയ്തതുപോലെ ഈ പഴയ നിയമത്തിൽ മോശ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നു. 2 പേരാണ് കിടന്നോളൂ. അവരത്ര അത്ഭുതം കണ്ടില്ലേ? മുമ്പ് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അത്ര അത്ഭുതം നടന്നു. എന്നിട്ട് വിശ്വസിച്ച് ഇപ്പോഴും അത്ഭുതം നടക്കുന്നത്. ആൾക്കാരൊന്നും കേൾക്കുന്നില്ല. നോഹയുടെ കാലത്ത് പട്ടണത്തിൽ കയറാൻ വേണ്ടി ഇറങ്ങി നടന്നു. ഇവൻ എന്താ ഭ്രാന്തരാണോ എന്ന് ആൾക്കാർ പറഞ്ഞു നടന്നു. ഇപ്പോഴും വചനം പറഞ്ഞ് നടക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു, എന്തിനാന്ന് പ്രിയരെ, ഒരു കാലം വരും, രണ്ടാമത് ദൈവം വരും പ്രിയര്, അന്ന് നമ്മൾ ഉയരണം പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. അതെല്ലാം പഴയ ദൈവത്തിലെല്ലാം നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തന്നിരിക്കുന്നത്. സ്വഭാവത്തോടെ കേൾക്കുക, വചനം വായിക്കുക, വചനം പഠിക്കുക പ്രിയരെ. ഞാൻ ഈ 6 മാസം കുറച്ച് വായിച്ചുള്ളൂ. ദൈവനെ വായിപ്പിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, നീയത് എങ്ങനെയെങ്കിലും ആൾക്കാരോട് അറിയിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുന്നത്, അതിനാളുകൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നുണ്ട്. എല്ലാ അതിനാളുകളിൽ ഏലിയാവും ഹാനോക്കും ഒരു ഇസ്രായേലിൽ അവരെ കൊല്ലുന്നത്. ഏലിയാവും 2 പ്രവാചകന്മാരും മരിക്കാൻ സ്വർഗത്തിൽ അവരെ ഉയർത്തി ദൈവം എടുത്ത് സ്വർഗത്തിലേക്ക് ഭൂമിയിൽ നിന്ന് അവരെ ഇറങ്ങി വരും. അവരെ മനുഷ്യരെല്ലാം ചേർന്ന് കൊല്ലും. അതും ലോകമെമ്പാടും കാണുമെന്ന് പറഞ്ഞു. അതെല്ലാം ടെക്നോളജിക്കലെല്ലാം, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ടെക്നോളജിക്കലെല്ലാം വരുന്നത് ബൈബിളിൽ നിന്നാണ്. ബൈബിളിൽ എല്ലാം എഴുതിയിരിക്കുന്നുണ്ട്. നിങ്ങളെ പങ്കുവയ്ക്കാനാണ്. നിങ്ങൾ അറിയുന്നവർ ചെവി തുറന്ന് കേൾക്കുക. നിങ്ങൾ ദൈവത്തോട് ദൈവത്തിൻ്റെ പ്രകാരം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങുക. പ്രിയർ, ബൈബിൾ വായിക്കുക. ദിസ് ബുക്ക്, ലോകത്തിൽ നിങ്ങൾ എന്തൊക്കെ അറിയിട്ട് ഒരു കാര്യമില്ല. ദിസ് ബൈബിൾ, ഈ ബൈബിളിൽ അറിവ് അത് ഈ 2 വാക്യങ്ങളല്ല പ്രിയർ. ഈ ബൈബിളിൽ വായിക്കാൻ അതിലുള്ള കുറേ പൊരുളുകളുണ്ട്, മർമ്മങ്ങളുണ്ട്. ദിസ് മോഡൽ ഷോയിങ്, പഴയ നിയമം പുതിയ നടന്ന ഒരു കുറേ മോഡലുകൾ. മെയിൻ എക്സാമ്പിൾസ് ആണ് ബൈബിളിൽ അറിയാൻ. ഞാൻ ഈ പ്രായത്തിൽ ദൈവം എനിക്ക് കൃപയാൽ പറഞ്ഞിരുമ്പോൾ അനേകം പറയാനുണ്ട്. ഈ വാക്യങ്ങൾ ഓരോ വാക്യങ്ങൾ ഓരോ ലേഖനങ്ങളിൽ നിന്നും. ഇപ്പം ഞാൻ പറയുന്നത്, ഓടുവിൻ, എത്രയും പെട്ടെന്ന് അനുതാപിപ്പിൻ പ്രിയരെ. ഇനി നീ മുമ്പുള്ള പാപത്തിൽ വിട്ട് മാറുവിൻ. മദ്യപരാണോ, മാറുവിൻ പ്രിയരെ. നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ നോക്കിക്കോളും. മക്കൾ നിങ്ങൾ നോക്കിക്കോളും. നിങ്ങളുടെ മക്കളെ ദൈവം നോക്കിക്കോളും. മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തോട് കൂടെ നിൽക്കുവിൻ. നമ്മുടെ സൃഷ്ടാവിൻ്റെ കൂടെ നിൽക്കുവിൻ. നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്, യേശുവാണ്. നമ്മുടെ ദൈവത്തിനോട് നിൽക്കുവിൻ. വേറെ ഒന്നിലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. വേറെ ഒന്നിലും ആശ്രയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല പ്രിയരെ. വേറെ ഒന്നിനും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ആ ദൈവത്തിൽ, യേശുവിൽ മാത്രം ആശ്രയിക്കുക. ഞാൻ വഴി സത്യം നീതിമാകുമെന്ന് പറയല്ലോ. യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ പൂർണ്ണ രൂപമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ പിടിക്കാൻ മാത്രമേ പോയേക്കാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് ഒന്നിനും നടക്കില്ല. അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോവുകയുള്ളൂ. ഇതിന് സ്തോത്രം. നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ പ്രിയരെ. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതിലെന്താണ് ക്ലാരിഫൈ ആയെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമൻറ്റ് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പ്രിയരെ. പിന്നെ അനേക കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ബൈബിളിൽ. അനേക കാര്യങ്ങൾ ഞാൻ ഉത്സാഹിക്കുന്നില്ല. എനിക്ക് ഉത്സാഹം വേണം. ഒരു പാട്ടുണ്ടല്ലോ, വീടും വയലും തോട്ടവും എല്ലാം സമ്പാദിക്കാനുള്ള സമയമല്ല, കാടും മലയും കയറി
ആത്മാക്കളെ നേടുന്ന സമയമാണ്. പ്രിയരെ, ഞാൻ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചുമ്മാ ഇന്ന് പറയുന്നുള്ളൂ. അനേക ദൈവമക്കൾ പല കാടും മലയും കയറി വചനം പറയുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വപ്പെടുത്തണം, ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിന് വേണ്ടി ഒരുങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയല്ലാത്തതും ഞാൻ ഓടുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രിയരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തെ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.